പ്രായപരിധി മാനദണ്ഡത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇളവ് തുടരുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പ്രായപരിധിയിൽ ഇളവുള്ള രാജ്യത്തെ ഏക നേതാവ് പിണറായി വിജയനാണെന്നും എം വി ഗോവിന്ദൻ 24-നോട് പറഞ്ഞു. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പിണറായി വിജയന് നൽകിയ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം ആദ്യം. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രായപരിധി കഴിഞ്ഞ ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇളവ് കൊടുക്കുമോ, അത് സംസ്ഥാനത്താണോ തീരുമാനിക്കുന്നത്, അതോ അദ്ദേഹത്തിൻ്റെ ഘടകത്തിൽ? കാരണം ഇപ്പോഴും കേരളത്തിലെ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഇളവ് നൽകുമോ? അല്ല, ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലാണ്, നിലവിലുണ്ട്. അതുകൊണ്ട് അത് മാറ്റേണ്ട സാഹചര്യമില്ല. ഇല്ല. അല്ല, ഈ അദ്ദേഹത്തിന് അപ്പോൾ കുറച്ചാൾക്ക് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കുറച്ചാൾക്കൊന്നുമില്ല. കേരളത്തിലാകെ, ഇന്ത്യയിലാകെ ഒരാളേ ഉള്ളൂ പിണറായി വിജയൻ. കേരളത്തിലെ പാർട്ടി ഇന്ത്യയിലാകെ ഈ ഇളവ് ഇപ്പോൾ ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സഹ പിണറായിയാണ്. അതെന്താ കാരണം വെച്ചാൽ കേരളത്തിലെ ഇന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണം നടത്തുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി സഹ പിണറായിയാണ്. അപ്പോൾ പിണറായിയുടെ കൂടി ഭാഗമായിട്ട് പാർട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ടിയെ ചേർത്തുകൊണ്ടാണ് പാർട്ടിയും പിണറായി എല്ലാം ചേർന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി. പോളിറ്റ് ബ്യൂറോ അംഗമായും തുടരും, അങ്ങനെയാണോ? പോളിറ്റ് ബ്യൂറോ അംഗം ആവണോ ഇല്ലയോ കൊണ്ട് തീരുമാനിക്കുന്നത് ഇവിടെ ഈ സമ്മേളനമല്ലോ, അത് അവിടെ തീരുമാനിക്കും. പ്രായപരിധിയുടെ പേരിൽ ജി സുധാകരനെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് എം വി ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒഴിവാക്കപ്പെടുന്ന നേതാക്കന്മാരും ഒഴിവാക്കപ്പെട്ടുപോയിട്ടുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെ കുറേയും കൂടി ഫലപ്രദമായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ജി സുധാകരനോടും ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഇത് തന്നെയാണ്. ജി സുധാകരനെ പോലുള്ള സഹാക്കളെല്ലാം ഇപ്പോഴും പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിച്ച് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള കേഡർമാരുടെ ശേഷിയെ നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനാവും എന്ന കാര്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒഴിവാക്കിയവരും ഇനി ഒഴിവാക്കാൻ പോകുന്നവരുൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ പാർട്ടി സെൻട്രൽ കമ്മിറ്റി ഒരു വ്യക്തതയുണ്ടാക്കണം എന്നാണ് ഞങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ആർ ശ്രീജിത്താണ് എം വി ഗോവിന്ദനുമായി സംസാരിച്ചത്. ശ്രീജിത്ത്, കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെ ആ പ്രായപരിധി ഇളവ് അത് തുടരും എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ ഒരു മൂന്നാം ഊഴം LDF-നുണ്ടാകുമോ എന്ന ചർച്ചകൾ അന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ തീരുമാനം? അനുജ, കേരളത്തിലെ CPIM-ലും രാജ്യത്തെ CPIM-ലും മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള അനിഷേധ്യ സ്ഥാനത്തിൻ്റെ അടയാളമാണ് എം വി ഗോവിന്ദൻ്റെ പ്രതികരണം. അടുത്ത 2026 കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെയായിരിക്കും കേരളത്തിലെ പാർട്ടിയെ നയിക്കുക എന്ന കാര്യം കൂടി ഈ എം വി ഗോവിന്ദൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. രാജ്യത്ത് ഈ പ്രായപരിധി മാനദണ്ഡത്തിൽ ഇളവ് ലഭിക്കുന്ന ഏക CPM നേതാവ് ഈ പിണറായി വിജയൻ മാത്രമാണ് എന്നാണ് എം വി ഗോവിന്ദൻ അടിവരയിട്ട് പറയുന്നത്. അതിന് കാരണം കേരളത്തിലെ CPM-നെ നയിക്കുന്നു, രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നീ ചോദ്യം ചെയ്യപ്പെടാത്ത വസ്തുതകളാണ് പിണറായി വിജയൻ ഏറ്റവും അനുകൂലമായ ഘടകം. കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സാണ് CPIM-ന്റെ നേതൃസമിതികളിൽ അംഗമാകുന്നതിന് 75 വയസ്സ് പ്രായപരിധി എന്ന തീരുമാനമെടുത്തത്. അതിന് ഭരണഘടനാ ഭേദഗതിയും പാർട്ടി കോൺഗ്രസ് നടത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടക്കുന്ന സമ്മേളനങ്ങളെല്ലാം 75 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രായപരിധി നടപ്പിലാക്കുന്നത് ഇത്തവണ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റിയിലും തുടരും. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഇളവുണ്ടാകും എന്ന കാര്യമാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം ഊഴം, അനുജ് സൂചിപ്പിച്ച പോലെ ഒരു മൂന്നാം ഊഴം ലക്ഷ്യമിട്ടുള്ള ശക്തമായ പ്രവർത്തനത്തിലേക്ക് CPIM പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ ഉടൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മുൻകൈയിൽ നടക്കും. ആ മുൻകൈയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കുന്നതും നയിക്കുന്നതും പിണറായി വിജയനായിരിക്കും. അതിന് അദ്ദേഹത്തിന് ഈ ആവശ്യമായ സംഘടനാ ഇളവാണ് ഇപ്പോൾ നൽകാൻ പോകുന്നത്. ശരി, പിണറായി വിജയന് പ്രായപരിധി ഇളവ് തുടരും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം എം വി ഗോവിന്ദൻ ഇന്ന് ആർ ശ്രീജിത്തിനോട് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാൽ പ്രായപരിധി മാനദണ്ഡം എന്നുള്ളത് തുടരുകയും ചെയ്യുമെന്നുള്ളതാണ്. ഈ വിഷയത്തിലുള്ള ജി സുധാകരന്റെ പ്രതികരണം നമ്മൾ ഇന്ന് തേടിയിരുന്നു. പ്രായമല്ല, യോഗ്യതയാണ് മാനദണ്ഡമാകേണ്ടത് എന്നാണ് മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ പറഞ്ഞത്. തനിക്ക് 10 വർഷം കൂടി പ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നു, പക്ഷേ മാനദണ്ഡം കൊണ്ടുവന്നുവെന്നും തനിക്കതിൽ പരാതിയില്ലെന്നും ജി സുധാകരൻ 24-നോട് പറഞ്ഞു. പിണറായി വിജയന് പ്രായപരിധി ഇളവ് അനുവദിക്കുന്നതിൽ സന്തോഷമെന്നും ജി സുധാകരൻ പ്രതികരിച്ചു. അല്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യോഗ്യതയാണ്. അങ്ങനെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ പ്രായപരിധി കഴിഞ്ഞെങ്കിലും പിണറായിയാണെന്ന് പാർട്ടി തീരുമാനിച്ചു. ഒരിക്കൽ കൂടി അങ്ങനെ തീരുമാനിക്കുമെന്ന് ഗോതമാഷ് പറയുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം യോഗ്യതയാണല്ല, പ്രായമല്ല തീരുമാനം അല്ല. എൻ്റെ കാര്യം ഞാൻ പറയുന്നതല്ല. എനിക്കൊരു 10 വർഷം കൂടി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നടത്താനും യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ മാറി. അതിന് പരാതിയൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, യോഗ്യതയാണ് മാനദണ്ഡമെന്ന് ഇപ്പൊ ഗോതമാഷിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തെളിയിക്കുകയാണ്.